ഹായ് ഗൈസ്, ചെക്കിലോട്ട് വരാൻ നിൽക്കുന്നവരും ചെക്കിന്റെ എംബസി അപ്പോയിന്റ്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരും ആണെങ്കിൽ ഞാനൊരു അപ്ഡേഷൻ തരാം കേട്ടോ. ഇപ്പോൾ ഇനി മുതൽ നിലവിൽ നമുക്ക് ഇനി നമ്മുടെ കയ്യിരിക്കുന്ന പെർമിറ്റ് വെച്ചിട്ട് നമുക്കോ നമ്മുടെ നാട്ടിലെ ഏത് ഏജൻസി വഴിയാണോ ചെയ്യുന്നത് ആ ഏജൻസിക്ക് നമുക്ക് എംബസി അപ്പോയിന്റ്മെന്റ് എടുത്ത് തരാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ ഇനി നമുക്ക് എംബസി അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ചെക്കിലുള്ള എംപ്ലോയർ തന്നെ വിചാരിക്കണം കേട്ടോ. അതായത് നമ്മുടെ ഈ ചെക്കിലുള്ള എംപ്ലോയർ ഇവിടുത്തെ ഒരു എക്കണോമിക് മൈഗ്രേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇനി എംബസി അപ്പോയിന്റ്മെന്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഈ ഒരു കമ്പനി ഈ ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നിങ്ങളുടെയും ആരാണോ അവർ ഹയർ ചെയ്യുന്നത്, ഏത് കൺട്രിയിൽ നിന്നാണോ, ഇപ്പൊ അവരെയും ഈ ഒരു പ്രോഗ്രാമിലോട്ട് അവരെ ആഡ് ചെയ്യും. അത് ആഡ് ചെയ്താൽ മാത്രമേ നമുക്കിനി എംബസി അപ്പോയിന്റ്മെന്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോ ഇനി ഇപ്പൊ ഈ ഒരു നിയമം വന്നത് 2-3 മാസമായിട്ട് 22/3/2026 കേട്ടോ ഈ നിയമം വന്നത്. ഇത് നമ്മുടെ ഡൽഹി എംബസിയിലെ ചെക്കിന്റെ ഡൽഹി എംബസിയിലുള്ള വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതാണ് കേട്ടോ ചെക്കിന്റെ അവസ്ഥ. എംബസി അപ്പോയിന്റ്മെന്റ് ഇനി നമ്മൾ വിചാരിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ഈ തേർഡ് പാർട്ടി വഴിയൊക്കെ എടുക്കാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് ഒന്ന് കെയർഫുൾ ആയിരിക്കുക. മുൻപൊക്കെ തേർഡ് പാർട്ടിയെ കിട്ടിയായിരുന്നു, പക്ഷെ ഇനി ഉള്ള കാര്യം എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ചെക്കിലോട്ട് വരാൻ നിൽക്കുന്നവർക്ക് തരാനുള്ളൊരു അപ്ഡേറ്റ് കേട്ടോ. ഓക്കെ, വെറുതെ പൈസകൾ കൊണ്ട് ഏജൻസിക്ക് കൊടുക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.